നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് കേട്ടിട്ട് അബൂ അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഹാദാ ഹുവല്ലദീ അഖഅദനി ഫീ മഖഅദി ഹാദാ, എന്റെ ഈ ഒരു സ്ഥലത്ത് 40 വർഷത്തോളം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മസ്ജിദിൽ അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെച്ചത് ഈ ഒരു ഹദീസാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖൈറായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ഇതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്? നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്നതല്ല. നമ്മുടെ ആയുസ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മറന്നു പോകരുത് ഈ ഗ്രന്ഥം, അത് പഠിക്കാൻ. അതാണ് നമ്മുടെ വഴികാട്ടി, അതാണ് നമ്മുടെ ഇമാം. നാളെ പരലോകത്ത് നമുക്ക് വെളിച്ചമായി കടന്നു വരുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഓതിയതും പഠിച്ചതുമാണ്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, നിങ്ങൾ ഖുർആൻ ഓതൂ, ഖുർആൻ പഠിക്കൂ, അതാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ആയിക്കൊണ്ടുണ്ടാവുക ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, എല്ലാ ശനിയാഴ്ചയും 7 മണി മുതൽ 1 മണിക്കൂർ, ആഴ്ചയിൽ ഒരു 1 അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സൂറത്തെടുത്ത് ആയത്തുകൾ അത് അതിന്റെ അർത്ഥവും അതിന്റെ ആശയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഇതുവരെ നടന്നു പോന്നിരുന്നത് നിന്നിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് ആരംഭിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും 7 മണിക്ക് സാധിക്കുന്ന ആളുകളൊക്കെ ആഴ്ചയിൽ ഒരു സമയം, ഒരു ദിവസം 1 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ അതിന്റെ ഖൈറ്, അതിന്റെ നന്മ നമ്മുടെ ഖബറിലേക്കായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുക ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുന്ന വിജ്ഞാനം, നമ്മൾ പഠിച്ച നാഫിയായ ഇൽമ്, അത് ഖുർആനിന്റെ ഇൽമാണ്. നമുക്ക് എത്ര അറിവുണ്ട് അതിനെക്കുറിച്ച്, എത്ര ആയത്തുകൾ, എത്ര സൂറത്തുകൾ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു. ഖുർആൻ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ അതിന്റെ അർത്ഥം അറിയുമോ? അതിന്റെ ആശയം അറിയുമോ? അത് വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് ഒരു കൂട്ടായി കൊണ്ടുണ്ടാവാൻ വേണ്ടി നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം നമുക്ക് മുമ്പിലുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാവുന്നവരെ എല്ലാം അത് അറിയിക്കുക. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവരുടെ അത്രയും പ്രതിഫലം അവർക്ക് ലഭിക്കും. ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, കളിയും തമാശക്കും വേണ്ടിയല്ല നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്, വിളിക്കേണ്ടത്. പിന്നെയോ നന്മക്ക് വേണ്ടി, പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഖുർആൻ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അതിന് വരൂ എന്ന്.